തീർച്ചയായും പാലക്കാട്ട് പി കെ ശശിയാണ് CPM സംബന്ധിച്ചിടത്തോളം തലവേദനയെങ്കിൽ ഇങ്ങ് ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴ നമുക്കറിയാം ചുവപ്പ് കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ജില്ലയാണ്. ജി സുധാകരൻ എന്ന നേതാവ് ആലപ്പുഴയിലെ CPM പാർട്ടിയുടെ നെടും തൂണാണ്. ഏത് പ്രശ്നങ്ങളിലും പാറ പോലെ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന ആൾ കൂടിയാണ് സുധാകരൻ. പക്ഷേ സുധാകരന് ഇപ്പോൾ ഒരു മനമാറ്റമുണ്ടാകുന്നു. സുധാകരൻ CPM മെമ്പർഷിപ്പ് പുതുക്കാത്ത പശ്ചാത്തലം പാർട്ടിയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപേണയായിരുന്നു പ്രതികരിച്ചത്. പക്ഷേ അത് സുധാകരനെ കുറച്ചുകൂടി ചൊടിപ്പിക്കുകയും മറ്റും ചെയ്തു. ഇന്ന് രാവിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ CPM ആരംഭിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. സംസ്ഥാന സെക്രട്ടറി സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. താൻ പരിഹസിച്ചതല്ല എന്ന് സുധാകരനോട് MV ഗോവിന്ദൻ വ്യക്തമാക്കി. മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതല്ലാതെ ജി സുധാകരൻ മറുപടിയൊന്നും നൽകിയില്ല എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സുധാകരനുമായി ജില്ലാ സെക്രട്ടറി R നാസറും ഫോണിൽ സംസാരിച്ചു. പക്ഷേ സുധാകരൻ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പരാതികളുണ്ട്, അസ്വാരസ്യങ്ങൾ നിരവധിയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചാലും ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടാലും സുധാകരനെ പാർട്ടി അവഗണിക്കുന്ന ഒരു ഫീല് അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും പല കാര്യങ്ങളും സുധാകരൻ പാർട്ടിക്കൊപ്പം നിന്ന് സംസാരിച്ചിരുന്നു. ചിലപ്പോൾ ചില നേതാക്കന്മാരെ എതിർത്തും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അവിടെ അമ്പലപ്പുഴയിൽ സുധാകരൻ UDF സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിച്ചേക്കാം എന്ന വാർത്തകളും ആലപ്പുഴയിലെ CPM നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, എന്തും സംഭവിക്കാം അല്ലേ? സുധാകരനാണ് ആള്, അദ്ദേഹത്തിന് ഏത് തരത്തിലും തീരുമാനമെടുക്കുന്ന ആളാണ്. വെട്ടൊന്ന് മുറി രണ്ട് എന്ന ശൈലിയുള്ള ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജി സുധാകരൻ ഏറ്റവും ഒടുവിലായി എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അത്ര ആലോചിച്ചതിന് ശേഷം 5 വർഷ കാലയളവിനുള്ളിലെ പല സന്ദർഭങ്ങളും ഓർത്തെടുത്തതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ തന്നെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞതോടുകൂടി ആണ് ഇതൊരു രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. എപ്പോഴും ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് ജി സുധാകരൻ കരുതിയിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുധാകരൻ ഒരു സ്റ്റേറ്റ് ലീഡറാണ്, ഒപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ 43 വർഷക്കാലം ഉണ്ടായിരുന്ന ആളുമാണ്. സ്വാഭാവികമായും ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് തികച്ചും ജൂനിയറായ ആളുകളാണ്. ആ ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് തീർച്ചയായും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അത്തരം അത് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുമെന്ന് സുധാകരൻ കരുതിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഒരു മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെ അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും ജി സുധാകരനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വമാണ് ഇടപെട്ടിട്ട് 6 അംഗ സമിതിയിലേക്ക് ജി സുധാകരനെ കൊണ്ടുവരണം എന്ന നിർദ്ദേശം നൽകുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകുമ്പോൾ അതിന് ഔദ്യോഗികമായി ഇതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്കും സുധാകരനെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം സർക്കിൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിന് മേളിലാകുന്നു. പക്ഷേ ഒരു ചർച്ചകളിലും സുധാകരൻ ഇല്ല, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ നേതൃത്വം എങ്ങനെയാണ് കൃത്യമായൊരു അകലം സുധാകരനെ ആ നേതൃത്വത്തോട് അടുപ്പിക്കാതെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കൂടെയാണ് ഒരു ഭാഗത്ത് സൈബർ ആക്രമണം നടക്കുന്നത്. അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച ഒരു സൈബർ ടീം തന്നെ അത്തരത്തിൽ ജി സുധാകരനെ ആക്രമിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ സുധാകരന്റെ പോസ്റ്റോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ അത് വളരെ മോശമാകുന്ന രീതിയിൽ സുധാകരനെ അറ്റാക്ക് ചെയ്ത നവമാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ജി സുധാകരൻ അങ്ങേയറ്റം പ്രതിഷേധത്തോടെയാണ് അദ്ദേഹം തന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റത്തെ ലെവലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ പകൽ മുഴുവൻ സംസ്ഥാന നേതൃത്വം മറ്റ് ഇടപെടൽ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ
രാത്രിയോടെ, അതായത് 10 മണിക്ക് ശേഷം 10:30 അടുപ്പിച്ചാണ് എം വി ഗോവിന്ദൻ ജി സുധാകരനുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തോട് അദ്ദേഹം ഇപ്പോൾ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം ഒന്ന്, ജി സുധാകരന്റെ പേര് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ആ ചർച്ച പോലും തുടരാൻ അനുവദിക്കാതെ അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞ് മാറ്റി. രണ്ടാമത്തത്, സെക്രട്ടേറിയറ്റിന് ശേഷം അവിടെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പരസ്യമായി അത് ഒരു വിലയും നൽകുന്നില്ല എന്നുള്ള രീതിയിൽ, ഒരു പരിഗണനയുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് രണ്ടിലും ഏറ്റവും പ്രധാനമായും സുധാകരൻ പോസ്റ്റിൽ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് എം വി ഗോവിന്ദനും മറ്റൊന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസറുമാണ്. കാരണം 5 വർഷ കാലയളവിൽ ഒരു പൊതുപരിപാടി, ആയിരക്കണക്കിന് പരിപാടികൾ ജി സുധാകരൻ പുറത്ത് പങ്കെടുക്കുമ്പോൾ പാർട്ടി നേതാവെന്ന നിലയിൽ ഒരു പാർട്ടി പരിപാടികളിലേക്കും CPM ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സുധാകരൻ പരസ്യമായി എഴുതിയിട്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ഇന്നലെ എം വി ഗോവിന്ദൻ വിളിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. താൻ അത്തരത്തിൽ ഉദ്ദേശിച്ചല്ല, ജി സുധാകരൻ കരുതിയതുപോലെയുള്ള പ്രതികരണമായിരുന്നില്ല തൻ്റെത്, അത് വ്യക്തിപരമായി ഉദ്ദേശിച്ചതല്ല, മറിച്ച് മാധ്യമങ്ങൾ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചതാണ് എന്നതടക്കം വിശദീകരിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. പക്ഷേ ജി സുധാകരൻ അതിന് മറുപടി ഒന്നും നൽകിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തു വിട്ടു, 11 മണിയോടുകൂടി ജി സുധാകരന്റെ സ്ഥിരീകരണം വരുന്നു ഫേസ്ബുക്ക് പേജിൽ. ആ സംഭവത്തിന് ശേഷം പിന്നീട് ജില്ലാ സെക്രട്ടറി R നാസർ പലതവണ ജി സുധാകരന്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും ജി സുധാകരൻ ഫോൺ എടുത്തില്ല. ഒടുവിൽ അവർ തമ്മിൽ സംസാരിച്ച ഘട്ടത്തിൽ ഈ മെമ്പർഷിപ്പ് പുതുക്കണം എന്നുള്ള ആവശ്യം, അഭ്യർത്ഥന നാസറിന്റെ ഭാഗത്തു നിന്ന് ജി സുധാകരനോട് ഉണ്ടായി. പക്ഷേ പുതുക്കില്ല എന്ന് കൃത്യമായി ജി സുധാകരൻ, പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി നാസറിനോട്, ജില്ലാ സെക്രട്ടറി R നാസറിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടുക എന്നുള്ള കാര്യം അത്തരത്തിലൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നേരത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് പോലെ ജി സുധാകരൻ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം എത്തുന്നില്ല. മറിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, അതാണ് തനിക്ക് പറയാനുള്ള അവസാന വാക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജി സുധാകരൻ തുടരുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.